നമ്മുടെ ചൊറിയൻ രാഹുൽ ഈശ്വർ അയാൾ വീണ്ടും ജയിലിലേക്ക് ചെന്നിരിക്കുകയാണ്. അവിടെയുള്ള തടവ് പുള്ളികൾക്ക് സമ്മാനമായിട്ട് ചെന്നിരിക്കുകയാണ്. അയാൾ അവിടെ കയറ്റിയില്ല, കടക്ക് പുറത്തെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് അങ്ങനെ തന്നെ പറഞ്ഞു, കടക്ക് പുറത്തെന്ന് പറഞ്ഞു. ഇത് ഇയാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഈ ലൈം ലൈറ്റിന് മുമ്പിലേക്ക് ഇങ്ങനെ കുത്തി കയറുക എന്ന് പറയില്ലേ, നുഴഞ്ഞു കയറുക എന്ന് പറയില്ലേ, ഇതൊരു സ്ഥിരം പരിപാടിയാണ്. ഇയാളുടെ മാത്രമല്ല, ഇപ്പം ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവിടെ കിടക്കുന്ന സമയത്ത് കുറേ ചൊറിയന്മാർ അവിടെ വന്ന് കയറിയിട്ടുണ്ടായിരുന്നു ക്ഷണിക്കാതെ. ആ ഒരു മുതലമടയിൽ ഒരുത്തനുണ്ട്, ഒരു കള്ളജാമ്യാർ, അയാളവിടെ വന്നിട്ട് പൂജാകർമ്മങ്ങൾ ആരംഭിച്ചു. ഏതായാലും കിട്ടിയ അവസരം പറയില്ലേ, മുതലാക്കുക എന്ന് പറയില്ലേ. ജയിലിൽ നിന്ന് പുറത്തു വന്നേ ഉള്ളൂ, വീണ്ടും ജയിലിലേക്ക് കുറേ സമ്മാനപ്പൊതികളും ലഡ്ഡും ജിലേബി എന്തൊക്കെ ആയിട്ട് അവർ കടത്തിയില്ല, അതിനകത്തേക്ക് കടന്നു പുറത്തു പോകാൻ പറഞ്ഞു. അവിടുന്ന് നമസ്കാരം. നമ്മളുടെ ഈ ചാനൽ ജീവികൾ കുറേ എണ്ണുണ്ട്. ചാനൽ ജീവികൾ, അവരെ സംബന്ധിച്ചിടത്തോളം എന്നും വൈകുന്നേരം ആവുന്ന സമയത്ത് ചൊറി ആരംഭിക്കും. ആരും വിളിക്കുന്നുണ്ടോ, ജനൻ ടി വി വിളിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ മാതൃഭൂമി വിളിക്കുന്നുണ്ടോ, മനോരമ വിളിക്കുന്നുണ്ടോ, ന്യൂസ് മലയാളം വിളിക്കുന്നുണ്ടോ, 24 വിളിക്കുന്നുണ്ടോ, അതിനെ കാത്തവിടെ ഇരിക്കും. ഇതിൽ അഗ്രിമസ്ഥാനം വഹിക്കുന്ന ആളാണ് ഈ രാഹുൽ ഈശ്വർ. ഏതൊരു കാര്യം വരുമ്പോഴും കുറേ പുസ്തകങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, അത് ഗൂഗിളിൽ തപ്പി നോക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയാണ്, എന്നിട്ട് ആ പുസ്തകങ്ങൾ എവിടെയെങ്കിലും വരുത്തി അത് എവിടെയെങ്കിലും കോറി വരച്ച് അതിവിടെ വന്നിട്ട് അതങ്ങോട്ട് തൂറും. സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും പറയില്ല. ഒക്കെയുള്ള രേഖകൾ നിരത്തിയിട്ടാണ്. എല്ലാവർക്കും അറപ്പാണ്, വെറുപ്പാണ്. ആയതുകൊണ്ട് തന്നെ ജയിലിൽ പോയ സമയത്ത് ഒരാൾ പോലും അയ്യോ കഷ്ടം എന്ന് പറഞ്ഞില്ല. ജയിലിൽ നിന്ന് പുറത്തു വന്ന സമയത്ത് ഏറ്റവും വലിയ രസം, ഒരു ചൊറിയനെ സ്വീകരിക്കാൻ ഭൂചൊറിയന്മാർ. അതിൽ ഒരെണ്ണം പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള സംഘടന രൂപീകരിക്കാൻ നിൽക്കുന്ന ആളാണ് ഈ രാഹുൽ ഈശ്വർ. പക്ഷെ അതിനകത്തൊരു പുരുഷനെ കണ്ടില്ല, സ്ത്രീയെയും കണ്ടില്ല, പിന്നെ അതല്ലാത്ത ട്രാൻസ്ജെൻഡേഴ്സിനുള്ള അതിനെയും കണ്ടില്ല. നാലാമത്തെ വർഗം, അങ്ങനെ കുറേ അവിടെ വന്നിട്ടുള്ള പുരുഷന്മാർക്ക് അപമാനം. ഇതിൽ സ്വന്തമായിട്ട് അഡ്രസ്സില്ലാത്ത ആളുകൾ, അതായത് സ്വന്തമായിട്ട് അഡ്രസ്സുള്ളത് CPM പ്രതിനിധി, BJP പ്രതിനിധി, കോൺഗ്രസ് പ്രതിനിധി, മുസ്ലിം ലീഗ് പ്രതിനിധി, അതൊക്കെയും അഡ്രസ്സ് ഉണ്ട് അവർക്ക്. പക്ഷെ ഇതൊന്നുമില്ലാത്തവരെന്താ പറയുന്നത് അറിയോ? നിരീക്ഷണം നടത്തുന്ന ആൾ. അയാൾ എപ്പോഴും നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക. നമ്മളുടെ മറ്റേ സലീം അലി ഉണ്ടല്ലോ, സലീം അലി, അദ്ദേഹത്തിന് ഇവിടെ ഞങ്ങളുടെ ആശ്രമം ആനക്കട്ടിയിലുണ്ട്. ആനക്കട്ടിയിൽ ഞാൻ കുറേ കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വളരെ നിരന്ന് പരന്ന് കിടക്കുകയാണ്. അവിടെ കാടാണ്, അവിടെ ആനക്കട്ടിയുടെ ഉള്ളിൽ കാടാണ്, സൈലന്റ് വാലിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെ അതിൻ്റെ പേര് സലീം അലി ബേഡ് സാങ്ക്ടോറിയം എന്നോ മറ്റോ പേര്. ആ സലീം അലി ഇതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ഈ നിരീക്ഷകൻ എന്നുള്ള വാക്ക് കേൾക്കുന്നത്. പക്ഷി നിരീക്ഷകൻ സലീം അലി, പക്ഷി നിരീക്ഷകൻ. ഇപ്പം നിറയെ നിരീക്ഷകന്മാരാ, സ്വന്തമായിട്ട് അഡ്രസ്സിൽ നിരീക്ഷകൻ. ഇത് അതുപോലെ തന്നെ ആക്ടിവിസ്റ്റ്. ആരും അവിടെ ആക്ടിവിസ്റ്റ് അല്ലാത്തത്? എല്ലാവരും ഒന്നിലോ അവരവർക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്. ആ അവരുടെ ബന്ധുക്കളും സ്വന്തക്കാരും, അങ്ങനെ ഒരു സമൂഹം ഉണ്ടല്ലോ, അതിനുള്ള ആക്ടിവിറ്റികൾ ഇന്നുണ്ട്. ഒന്നല്ലോ മരണം, അല്ലെങ്കിൽ ജനനം, അല്ലെങ്കിൽ കല്യാണം. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവരും ആക്ടിവിസ്റ്റുകളാണ്. പക്ഷെ ഇവർ സ്പെഷ്യൽ ആക്ടിവിസ്റ്റുകളാണ്, നിങ്ങളെപ്പോലെയല്ല. അങ്ങനെ വലതുപക്ഷ ആക്ടിവിസ്റ്റ്, ഇടതുപക്ഷ ആക്ടിവിസ്റ്റ്, മിഡിൽ പക്ഷ ആക്ടിവിസ്റ്റ്, അങ്ങനെയുണ്ട് കുറേ വർഗങ്ങൾ. കേൾക്കുന്ന സമയത്ത് നമുക്ക് പുജ്ഞം തോന്നും. ഞാൻ കൂട്ടത്തിലൊരു കാര്യം മറക്കാതെ പറയാം. നമ്മളുടെ ഒരു ചാനലുണ്ടല്ലോ, എന്തായാലും പറയാം, മറ്റേ മുട്ട വന്നിരിക്കുന്ന ചാനലുണ്ടല്ലോ, അയാളുടെ റിപ്പോർട്ടർ ചാനലിൽ. ആ റിപ്പോർട്ടർ ചാനലിൽ നമ്മളൊക്കെ ഈ ആഹാരം കഴിക്കുക, ചായ കുടിക്കുക,
ഇവർ വലിയൊരു കപ്പിൽ ചായയായിട്ട് വന്നു. ഈ ചായയായിട്ട് വന്ന് നിന്നിട്ടാണ് ഇവരുടെ ഇപ്പം കാലത്ത് പരിപാടിക്ക് ഉപ്മാവും കൊണ്ടുവച്ചു ഇവിടെ ഇവർക്ക്. ഒരു പ്ലേറ്റിൽ ഉപ്മാവ്, ഒരു പ്ലേറ്റ് കാപ്പി, എന്നിട്ട് സംസാരിക്കുക. ഇതൊക്കെ എവിടെ നിന്ന് പഠിക്കുന്നത്? ബ്രിട്ടീഷുകാർ ചെയ്യുന്ന, അവരവിടെ ചെയ്യുന്നൊരു കാര്യമുണ്ട്. തണുത്ത് പറഞ്ഞു കേൾക്കുന്ന കാലഘട്ടത്തിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ തൊണ്ട വരണ്ട് പോകും. അപ്പോൾ അവർ കുറച്ച് ചായ കുടിക്കാതെ എങ്ങനെ ഇവർ കാണും. ഇത് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിൻ്റെ മുമ്പിൽ റിപ്പോർട്ടർ എന്ന് എഴുതിയിട്ടുണ്ട്. നാളെ പിന്നെ ഒരു പ്ലേറ്റിൽ ബിരിയാണിയും എന്നിട്ട് അത് കുറച്ച് തിന്നിട്ട് ഇനി പറയുമെന്ന് അറിയില്ല. ഇത് എന്തൊക്കെയും കോപ്രായങ്ങളാണ് ഈ ചാനലുകാർ കാണിക്കുന്നത് അറിയില്ല. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ലോകം മുഴുവൻ കണ്ടു നടക്കുന്ന ആൾക്കാരും ഇത് കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് മുമ്പ് പറഞ്ഞ വാക്കാ ഞാൻ വീണ്ടും പറയാം, പുജ്ഞം ഇതൊക്കെ കാണുമ്പോൾ. അപ്പോൾ അത് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞതെന്ന് മാത്രം. അപ്പോൾ ഇയാൾ വീണ്ടും ജയിലിൽ പോയി, ഒരാൾ ശ്രദ്ധിച്ചില്ല, 2 പ്രാവശ്യം ജാമ്യം കൊടുത്തില്ല, എല്ലാ വിധത്തിലുള്ള കൊള്ളതായ്മകളും എല്ലാ വിധത്തിലുള്ള സ്വയം അവകാശമാകാവുന്ന രീതി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തു. ആ ചില ആളുകൾക്കുണ്ട്, അതായത് സെൽഫ് ട്രോളിങ്. അവരവരെ തന്നെ ട്രോളുക. 10 ആൾ അറിയാൻ വേണ്ടി മുണ്ടുപൊക്കി കാണിക്കുക. അവർ 10 ആൾ അറിയും. നാട്ടിലെ ഭ്രാന്തന്മാരെ ഒരു നാട്ടിൽ പോകുന്ന സമയത്ത്, ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ മരിച്ചു പോയിട്ടോ അദ്ദേഹം. എനിക്ക് തോന്നുന്നത് എനിക്കൊരു 10-15 വയസ്സോളം മരിച്ചു പോയതാ. ശ്രീധരൻ എന്ന് പറയും, ഭ്രാന്തൻ ശ്രീധരൻ. അങ്ങനെ അറിയാത്ത ആരുമില്ല അവിടെ. കാരണം എന്താ, അതൊരു സംതിങ് സ്പെഷ്യൽ പേഴ്സണാലിറ്റിയാണ്. അങ്ങനെ ഒരു ഭ്രാന്തനാണെങ്കിൽ സമൂഹത്തിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന ആളല്ല. അപ്പോൾ അതൊരു സമൂഹത്തിൽ നിന്ന് മാറി നടക്കുക, അതൊരു ഭ്രാന്താണത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? എല്ലാവരും ഡ്രസ്സ് ധരിച്ച് നടക്കുമ്പോൾ ഒരാൾ ഡ്രസ്സ് ധരിക്കാണ്ട് ആ മഹാരാജാസ് കോളേജിന് മുമ്പിൽ കൂടെ നടന്നാൽ മതി. ചിലപ്പോൾ അതോടുകൂടി പിന്നെ അവർ കട്ട് ചെയ്ത് വിടും. അത് വേറെ കാര്യം, പിള്ളേർ കട്ട് ചെയ്ത് വിടും. ഏതായാലും അവിടെ MG റോഡ് എന്താ റോഡുണ്ട്, ആ റോഡിൽ കൂടെ ഒന്ന് ഓടിക്കഴിഞ്ഞാൽ പിന്നെ പോലീസിൻ്റെ നല്ല ഇടി കിട്ടും. അത് വേറെ കാര്യം. അപ്പോൾ പേരെടുത്തുവോ? പേരെടുത്തു. അങ്ങനെയും പേരെടുത്ത് കുപ്രസിദ്ധി നേടുന്ന ആളുകളിൽ പെട്ട സാധനങ്ങളാണ് ഈ മുമ്പ് പറഞ്ഞ കുറേ. ഒരു പണിക്കാരനുണ്ട്, ഇയാളും ഇതുപോലെ തന്നെ. അതിനാവശ്യമില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരാൾ എന്താ നീ അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് ഇവിടെ എത്താൻ 1 മണിക്കൂർ, അയ്യോ അത് പറയണ്ട, അവിടെ ഒരു ആന, ആ ആനയുണ്ട്, ആന ഒന്ന് ഇടന്നടഞ്ഞ് നിൽക്കുകയാണത്. ഞങ്ങൾ പേടിച്ച് ഞാൻ വേഗം എൻ്റെ മോട്ടോർ സൈക്കിളിനോട് പിന്തിരിഞ്ഞ് ഓടി. അതായത് 2 കാറ് നടന്നില്ല. പക്ഷേ ഇയാൾ പറയുമ്പോൾ ഒരു ആനയുടെ വരവാണ് അവിടെ ഉണ്ടായത്. വാസ്തവത്തിൽ ആന എവിടെ നിന്നാണ് വന്നതെന്ന് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ആനയുടെ ഗതിവീതികൾ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. ഇതിലേക്ക് എന്തിനും ഗൗരവം ഏതായാലും വന്നിട്ട് ഭാര്യ വയ്ക്കുക, നിങ്ങൾ എന്തിനും നേരം വൈകിയേ? എന്തുകൊണ്ടാണ് നിങ്ങൾ നേരം വൈകിയതെന്ന് ചോദിക്കാറുണ്ടോ? പിന്നെ ഇങ്ങനെ ഉരുട്ടി കുറച്ചപ്പോൾ ആൾക്കാർ വിചാരിക്കും എന്തോ വലിയ കാര്യം പറയാം. അങ്ങനെ ഒരു പണിക്കാരൻ ഇങ്ങനെ കുറേ എണ്ണുണ്ട് ഇതിനകത്ത്, കുറേ എണ്ണുണ്ട്. അതിനകത്ത് നമുക്ക് വല്ലപ്പോഴൊന്ന് കേട്ട് രസിക്കാൻ പറ്റുന്നത് നമ്മുടെ പ്രൊഫസർ അദ്ദേഹം വരുമ്പോഴാണ്, അങ്ങനെ പേര് മറന്നുപോയി, അദ്ദേഹം വരുമ്പോഴാണ് നമ്മളെ മുക്കത്തുള്ള പ്രൊഫസർ ഉണ്ടല്ലോ, കാരശ്ശേരി മാഷ്, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോൾ ഒന്ന് കണ്ടിരിക്കുന്നു. ബാക്കി എല്ലാം ഇപ്പം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടർ ചാനൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും രസം, അവിടുത്തെ സ്മൃതി എല്ലാവരും ഉണ്ട്. അവർ സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണ് സംസാരിക്കുക. ഇങ്ങനെ സംസാരിച്ച് എന്താണ് അമേരിക്കയിൽ സംഭവിച്ചത്, എന്താണ് അമേരിക്കയിൽ സംഭവിക്കാൻ പോണത്, ഇതിങ്ങനൊരു നോട്ടം, എന്തിനാ ഇങ്ങനൊരു നോട്ടം, അറിയില്ല. എല്ലാം അങ്ങനെയാണ്. അപ്പുറത്തിരിക്കുന്ന ആളുകളെ എന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങനൊരു നോട്ടം, ഇടയ്ക്ക് ഇങ്ങനൊരു നോട്ടം. കോമാളി വേഷങ്ങൾ മിക്ക ചാനലുകൾ ഇതുപോലെ തന്നെയാണ്. അവർക്ക് ബുദ്ധിയുടെ ചരക്കുകളാണെന്ന് സ്വയം അവർ വ്യാഖ്യാനിച്ച്, ഓക്കെ നമ്മൾ പറഞ്ഞപ്പോൾ വേറെ വഴിക്ക് നമ്മൾ പോകാൻ പാടില്ലോ. ഏതായാലും ഇയാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലുമൊക്കെ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും എങ്ങനെയെങ്കിലും ഈ മോന്തായം മറ്റുള്ളവരുടെ മുമ്പിലൊന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പുറപ്പാട്. അതിന് വേണ്ടിയിട്ട് ഇപ്പം എന്തായി, ജയിലിൽ പോയി, ജയിലിൽ നിന്ന് തിരിച്ചു വന്നു. ഞാനിവിടെ നമ്മുടെ നടൻ ശ്രീനിവാസൻ അദ്ദേഹം മരിച്ചു കിടക്കുന്ന സമയത്ത് അവിടെ തെരഞ്ഞ കുറേ എന്തെങ്കിലും പറയുക കുറേ രൂപങ്ങളുണ്ട്. അതിലൊന്നും ഇയാളെ കണ്ടില്ല. അവിടെ ഇത്തരം സ്ഥലങ്ങളിൽ വന്നിട്ടുള്ളോ അങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ എല്ലാവരും കാണുമല്ലോ. പ്രത്യേകം മോഹൻലാലും മമ്മൂട്ടികളും എൻ്റെ പുറകിൽ ഇങ്ങനെ നിൽക്കുക. അവിടേക്കാണല്ലോ ക്യാമറ വരിക. അല്ലെങ്കിൽ പിണറായി വിജയൻ വരുന്ന സമയത്ത് അവിടേക്ക് ക്യാമറ വയ്ക്കുക, മോന്തയും കൊണ്ട് ചെല്ലുക. എന്തിനാണ് ഇവരുടെ മുഖം കാണാൻ ആൾക്കാർക്ക് താല്പര്യം? കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ മുഖം കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ വീട്ടിൽ ഞാൻ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ വയ്ക്കും. അല്ലെങ്കിൽ എനിക്ക് അമിതാഭ് ബച്ചനെ കാണാൻ താല്പര്യം, അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ കാണാൻ താല്പര്യം ആൾക്കാരുണ്ടല്ലോ, BJP-ക്കാർ. അവരെന്ത് ചെയ്യും? അവരുടെ വീടിൻ്റെ ഉള്ളിൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോ വയ്ക്കും. അത് നരേന്ദ്രമോദി വന്ന് എന്നെ കാണുമെന്ന് പറയൂ.
അപ്പോൾ ഇവർക്ക് ഈ ലോകർക്ക് കാണണമെങ്കിൽ അവരത് കണ്ടുകൊള്ളും. ഇത് കുത്തിക്കയറിയിട്ട് വാസ്തവത്തിലുണ്ടല്ലോ, ടി വിയിൽ കാണിച്ച് തുപ്പിയ പിന്നെ നമ്മൾ തന്നെ തുടയ്ക്കണം. ടി വിയിൽ കല്ലെടുത്തെറിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ അതിൻ്റെ പൈസ നമുക്ക് ചിലപ്പോൾ പക്ഷെ പലപ്പോഴും തോന്നുക. അതുകൊണ്ട് പിന്നെ ഒരു മാർഗ്ഗം എത്രയുള്ളൂ, ടക്ക് അവസാനിപ്പിച്ചു. പണ്ടൊക്കെ ഒരു കാലഘട്ടത്തിൽ മറ്റേ ഒരു 15 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഇന്നും അത് ആ ദൂരദർശൻ എന്തൊരു തറവാടിത്തമാണെന്നറിയാമോ. ആ മറ്റേ ഇയാൾ ശ്രീകണ്ഠൻ നായർ ഞാനൊരു 100 വട്ടം വിളിച്ചു പറഞ്ഞു, വാർത്ത കേൾക്കാൻ പറ്റും എന്ത് പറഞ്ഞാലും അതിൻ്റെ പേരൊക്കെ കൊട്ടുമാദ്യമാണ്, പഞ്ചാരി മേളമാണ് അവിടെ, അല്ലെ അളഞ്ഞിത്ര മേള, ഈ പറയുന്നത് കേൾക്കാൻ പറ്റില്ല. വാർത്തകൾ വായിക്കുന്നത് അതിൻ്റെ പുറകെ കുട്ടുമാദ്യം അത് എന്തെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തും 2 നെല്ലൂത്ത് മിഷ്യൻ കൊണ്ടുവച്ച പോലെയാണ്. ഒരു മ്യൂസിക് അത് ശരിയാണ്. ചെറിയ മറ്റേ ബെൽസൊക്കെയും ക്ലിങ് ക്ലിങ് അതൊക്കെയാണ് ശരിയാണത്. പക്ഷെ വാർത്ത കേൾക്കാൻ വേണ്ടി വാർത്ത തുറന്ന് വാർത്തയുടെ അപ്പനായിട്ട് അപ്പുറത്ത് ഇവരുടെ കൊട്ടുമേളം. കാരണം അവറ്റകൾ ശമ്പളം വാങ്ങിക്കുന്നതാണല്ലോ, അപ്പോൾ എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, ഈ വാർത്തകൾ വായിക്കുമ്പോൾ ഒന്ന് ഡിമ്മാവും. ഓട്ടോമാറ്റിക്കായിട്ട് എന്തൊരു പരിപാടിയാണ്, വാർത്തകൾ നിന്ന് പറഞ്ഞ സാധനം മേലോട്ട് വരും. എന്നിട്ട് കാരണവന്മാർ പറയാം അത് നിർത്തിവെക്കും എന്ന് പറയുന്ന ഗതികേട് വരികയാണ്. ഇത് കേൾക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ്. വാർത്തകൾ ടി വിയുടെ കാര്യങ്ങളാണ്. അതിനിടെ ചാടി കയറാൻ വേണ്ടി ഇങ്ങനെയുള്ള കൊഞ്ഞാളന്മാരും. ആ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തെ ഏതൊരു കേസിൽ അല്ല പെണ്ണിൻ്റെ പേര് പുറത്തിറക്കിയെന്നും പറഞ്ഞ് അതുപോലിപ്പോൾ ഇയാളുടെ മറ്റേ തന്നെ പറയും മറ്റേ ദിലീപിൻ്റെ കേസിലോ മറ്റോ അതിൽ എരയുണ്ടല്ലോ, വിര, നമ്മൾ കുട്ടികൾക്കൊക്കെ ആ സ്ഥലത്ത് കൂടെ വര പോവും. അതാണ് ഈ വര എന്ന് പറയുന്നത്. അതിൻ്റെ പേര് മാറ്റിപ്പോൾ അതിജീവിതം എന്നാക്കിയിട്ട് വര എന്ന് പറയുമ്പോൾ വൃത്തികേടല്ലേ. അപ്പോൾ അതും കഴിഞ്ഞ് അതിൻ്റെ പേര് മതി ഇയാൾ ജയിലിൽ പോയി. ആ മറ്റേ എന്താണ് പറയുക, മറ്റേ രാഹുൽ ഈശ്വറിൻ്റെ ഗർഭക്കേസിന് ഇയാളെ പിടിച്ചുകൊണ്ട് ജയിലിലിട്ടു. രാഹുൽ ഈശ്വർ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. രാഹുൽ ഈശ്വർ ഇതുവരെ ജയിലിൽ പോയിട്ടില്ല. അത് നമ്മളിപ്പോൾ ചിലടത്ത് പറയില്ലേ, 1-ാം പാനിപ്പറ്റ് യുദ്ധം 2-ാം പാനിപ്പറ്റ് യുദ്ധം എന്നൊക്കെ പറഞ്ഞ പോലെ 1-ാം ബലാത്സംഗം ജയിലിൽ പോയില്ല, 2-ാം ബലാത്സംഗം ജയിലിൽ പോയില്ല. അത് പറഞ്ഞു കേൾക്കുമ്പോൾ അവരെ മനഃപൂർവ്വം പറയാൻ ടി വിക്കാർ പറയണമെന്ന് അറിയില്ല. 1-ാം ബലാത്സംഗം ജാമ്യം കിട്ടി, 2-ാം ബലാത്സംഗം ജാമ്യം കിട്ടി കേൾക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വരുന്നത് 1-ാം പാനിപ്പറ്റ് യുദ്ധം 2-ാം പാനിപ്പറ്റ് യുദ്ധമുണ്ട്. അപ്പോൾ അതിലൊക്കെ അയാൾക്ക് ജാമ്യം കിട്ടി, ഈ സാധനം അവിടെ പോയിട്ട് ജയിലിൽ കിടന്നു. ഇതും കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അതിറങ്ങിപ്പോയി അത്തരം കാര്യങ്ങൾ പിന്നെ ഓർമ്മിപ്പിക്കാൻ പാടുണ്ടോ. ഞാനങ്ങ് ജയിലിലായിരുന്ന കാലഘട്ടത്തിൽ എന്താ ജയിലിൽ പോയേ, ആർക്കോ ഗർഭമുണ്ടാക്കി, അതിൻ്റെ പേരിലല്ലേ ഉപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടി മഹാത്മജി ജയിലിൽ പോയ പോലെയൊന്നും അല്ലല്ലോ. അപ്പോൾ ഇയാൾ വീണ്ടും എന്ത് ചെയ്തു, കുറേ സമ്മാനപ്പൊതിയൊക്കെ ആയിട്ട് ഇയാൾ മറ്റേ ആക്ടിവിസ്റ്റാണല്ലോ. ഇനി ഇതിൻ്റെ പേരിലും കുറച്ച് റീൽസ് എടുക്കാമെന്ന് വെച്ചിട്ട് ഇവിടെ ചെന്നു, മറ്റേ പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് അവിടെ എത്തി. സമ്മാനപ്പൊതികളായിട്ട് ജയിലിൽ എടുക്കുന്ന ആൾക്ക് അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക അതിക്രമത്തിന് പരാതി നൽകിയ യുവതി, ആ യുവതി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ജയിലിൽ കിടന്നത്. 1/2 മാസം ജയിലിൽ കിടന്നു. പാവം, അവിടെ പോലീസുകാർ ജാമ്യം കൊടുക്കേണ്ട കാര്യമുള്ളത്, എന്താ വലിയ കൊലപാതക കേസോ. പക്ഷേ ഇയാളുടെ കുറേ വേഷം കെട്ടുന്നതെല്ലാം കണ്ടപ്പോൾ ഇങ്ങനെയുള്ള കാണിക്കൽ, ഇങ്ങനെ കുറേ കാണിച്ചു അയാൾ. ഞാൻ മറ്റേ മുണ്ട് പൊക്കി കാണിക്കൽ, ഞാൻ ഇങ്ങനെയുള്ള കോമഡി വേഷം കിട്ടിയപ്പോൾ അവന് കണ്ണടിച്ച് കാണിച്ചു, നമുക്ക് അകത്തേക്ക് വിടാമെന്ന്. അങ്ങനെ അകത്തേക്ക് വിട്ടു. പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. 15 ദിവസം അവിടെ കിടന്നു. ഏതായാലും ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഇയാൾ പുറത്തേക്ക് വന്നത്. അതിൻ്റെ പിന്നാലെ തൻ്റെ ഒപ്പം ജയിലിലുണ്ടായിരുന്ന സഹതടവുകാർക്ക്, ഇതിൻ്റെ പോലെ നെൽസൺ മണ്ടേലയൊക്കെയാണോ ഇവരൊക്കെ ജയിലിൽ കിടന്ന ആളുകൾ ജയിലിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ നെൽസൺ മണ്ടേലയുടെ ഒപ്പം ജയിലിൽ കിടന്ന ആളുകൾ വലിയ വലിയ ആൾക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവർ എന്തിനു പറഞ്ഞു, അതിന് വേണ്ടിയിട്ട് വീണ്ടും ഇതിൻ്റെ പേരിൽ ഒരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ഇയാൾ അവിടെ ചെന്നു, അവിടെ ജയിലിലേക്ക് ചെന്നു സമ്മാനങ്ങളുമായിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ വേറെ ഒരുത്തരുണ്ടായിരുന്ന ഒരു വ്ളോഗർ മുകേഷം നായർ ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ തടവ് പുള്ളികൾക്ക് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പി, അവരുടെ നക്ഷത്രം, ക്രിസ്മസ് സമ്മാനങ്ങളുമായിട്ടാണ് ഇയാൾ അവിടെ എത്തിയത്. ഏതായാലും ജയിലിൻ്റെ മുമ്പിൽ വെച്ച് അവിടെ നിന്ന് തുടങ്ങണമല്ലോ. ഇതാ ജയിലിലേക്ക് അടിവെച്ച് നീങ്ങുകയാണ്. നമ്മളുടെ മഹാത്മജി ഉപ്പ് സത്യാഗ്രഹത്തിനെയും പോണ സമയത്തേക്കും പറയും, അങ്ങനെയൊക്കെയാണല്ലോ, തുടക്കത്തിലേ വേണമല്ലോ. ഇതാ നമ്മളുടെ പൂജപ്പുര സെൻട്രൽ ജയിലിൻ്റെ അവിടത്തേക്ക് ഇങ്ങനെ അടിവെച്ച് നമ്മുടെ വീരപുരുഷൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തുടങ്ങി.
ഗേറ്റിൻ്റെ അവിടെ വെച്ച് ചിത്രീകരണം തുടങ്ങി. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് അവർ വാതിൽ മൂട്ടി വാതിൽ തുറന്നു. ഇയാളാ ഞാൻ കുറച്ച് സമ്മാനം കൊടുക്കാൻ വേണ്ടി വന്നതാണേ. പിന്നെ അത് ക്യാമറയൊക്കെ ഉണ്ട്. അവർ പറഞ്ഞു ഇവിടെ പറ്റില്ല, കളി പറ്റില്ല എന്ന് പറഞ്ഞു. അതിനകത്ത് എന്താ ഇതിൽ ഏറ്റവും വലിയ കാര്യം, അതിനകത്ത് എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ട് അകത്ത് കയറ്റി കഴിഞ്ഞാൽ അവിടെയുള്ള ജയിൽ അധികൃതർക്ക് ശാസനമെല്ലാം കിട്ടുക, എല്ലാം ജയിലിനകത്ത് പോകും. അവരുടെ ജോലി ചെയ്യുന്നവർ അവിടുത്തെ തടവുള്ളികളായിട്ട് മാറും. അപ്പോൾ അവർ സംബന്ധിച്ചാൽ കൊണ്ട് പോകാൻ പറഞ്ഞതെല്ലാം അതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ശരിക്കും നമ്മൾ ചൊറിയെന്ന് പറയില്ലേ, ഇയാളെ തൊട്ട ചൊറി പിടിക്കും. ഏതായാലും ഇത്തരം സമ്മാനങ്ങൾ നൽകുന്നതിന് പ്രശ്നമില്ല എന്നാണ്. അപ്പോഴേയും നിയമം വെച്ചൊരു IPC ഇത്ര എന്താ പറയുക, IPC 100 ഇത്രാമത്തെ വകുപ്പ് എന്നൊക്കെ പറഞ്ഞ് വകുപ്പൊക്കെ പറയാൻ തുടങ്ങി. ഏതായാലും സമ്മാനം അവർ വാങ്ങിച്ചില്ല. കാരണം ഇതൊരു ഹൈലി എസ്റ്റാബ്ലിഷ്ഡ് പേഴ്സണാലിറ്റി ശരിയാണ്. പിണറായി വിജയൻ നേരിട്ടൊരു പൊതി അവിടെയുള്ള ആളുകൾക്ക് ലഡ്ഡു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സമ്മതിച്ചു എന്ന് വരാം. പക്ഷേ നിയമപ്രകാരം പാടില്ല. ആഹാരസാധനങ്ങൾ ഒട്ടും പാടില്ല. അതൊക്കെ പരിശോധിച്ചാൽ കൊടുക്കാൻ പാടുള്ളൂ. കാരണം അതിനകത്ത് വന്നിട്ട് വല്ല സാധനം അതിനകത്ത് ഇട്ട് കഴിഞ്ഞാലോ കൂട്ടമരലുണ്ടായി കഴിഞ്ഞാലോ. ഏതായാലും ജാമ്യത്തിൽ ഇറങ്ങുന്ന സമയത്ത് ആ സെല്ലിലുണ്ടായിരുന്ന 2 പേര് ക്രിസ്മസ് നക്ഷത്രം തൊപ്പി അത് വാങ്ങി തരാമോ എന്ന് ചോദിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഞാനെന്ത് പറഞ്ഞു, തറാം എന്ന് പറഞ്ഞു. ഇതാണ് പറഞ്ഞത്, ഉറപ്പ് നൽകിയതാണ് പറഞ്ഞത്. മാത്രമല്ല അഭിഭാഷകരോട് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചെന്നും അത് അവരിലേക്ക് എത്തിയാൻ ശ്രമിക്കുകയാണെന്നും അഭിഭാഷകർ ഉടനെ തന്നെ വകുപ്പ് ഉദ്ധരിച്ച് നോ പ്രോബ്ലം അതൊക്കെ അലൗഡാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിലാണ് ഇവിടെ എത്തിയാൻ ശ്രമിച്ചത്. ജയിൽ പുള്ളികൾക്കും ഒരു ജീവിതമുണ്ടെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ പേരിലായിരുന്നു. അവിടെ ഇപ്പം ജയിൽ പുള്ളിക്ക് ജീവിതക്കുറവൊന്നുമില്ല. അവരെ മെയിൻ സ്ട്രീമിൽ നിന്ന് മുഖ്യ ജീവിതധാരയിൽ നിന്ന് മാറ്റി നിർത്തി മാത്രമല്ല, അല്ലാണ്ട് കല്ലുടയ്ക്കണ പരിപാടിയോ തല്ലും അടിയൊന്നും ഇന്നത്തെ ജയിലില്ല. പുറത്ത് കഴിയണേക്കാൾ സുഖകത്ത്. കൃത്യസമയത്ത് ആഹാരം, 12 സദ്യകൾ, 12 സദ്യ, 3 മറ്റേ ക്രിസ്ത്യൻ സദ്യ, 3 മറ്റേ ഹിന്ദു സദ്യ, 3 മുസ്ലിം സദ്യ, പിന്നെ 3 നാഷൻ്റെ വക സദ്യ. ആഗസ്റ്റ് 15 റിപ്പബ്ലിക് ഡേ, പിന്നെ മഹാത്മജിയുടെ ഇതൊക്കെയായിട്ട്. അതിൻ്റെ ഇടയിൽ ഇയാളൊന്നും അവിടെ പോയിട്ട് അവിടെ മനുഷ്യന്മാരായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അവിടെ നല്ല മനുഷ്യന്മാരാണ്. നമുക്ക് കണ്ടറിയാലോ, മറ്റേ ചാമിയാരതിനകത്ത് പോയിട്ട് ആ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്തി തള്ളി പുറത്തിട്ടില്ലേ, എന്നിട്ട് കൊന്നിച്ചില്ലേ. അയാൾ ജയിലിൽ പോയിട്ട് തിരിച്ചു വന്നെങ്ങനെയാണ് പോകുന്ന സമയത്ത് ഇന്ദ്രൻസിൻ്റെ പോലെ ഇതുപോലെയാണ് പോയത്. തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണ് വന്നത്, നമ്മുടെ ശിവാജി ഗണേശൻ്റെ മോനില്ലേ പ്രഭു, അതുപോലെയാണ് വരുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഇതൊക്കെ ആവശ്യമില്ലാതെ ഇത്തരം കാര്യങ്ങൾ, അതായത് എങ്ങനെയെങ്കിലും ചൊറിയാൻ മാന്തുക. ഏതായാലും കുറേ പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. ജയിലിലുള്ളവരൊക്കെ ജയിലിനകത്ത് കിടക്കുന്ന നിരപരാധികളാണ്. ഞാൻ ജയിലിനകത്ത് കിടന്നിട്ടുണ്ട്, നിരപരാധിയായിട്ടൊന്നുമല്ല. പക്ഷെ കോടതിയിലത് എൻ്റെ വക്കീൽ ഭംഗിയായിട്ട് എങ്ങനെ നിരപരാധി തെളിയിച്ചു എന്ന് പറഞ്ഞ കാര്യം. അതുകൊണ്ട് റിമാൻഡിലേ കിടന്നിട്ടുള്ളൂ, ശിക്ഷ കിട്ടി കിടന്നിട്ടില്ല. നിരപരാധികളും പാവപ്പെട്ടവരാണ്. അതിൻ്റെ പേരിലാണ് മറ്റേ ജാമ്യം കിട്ടിയിട്ട് വീണ്ടും ജയിലിലേക്ക് ചെല്ലുന്നത്. ജയിൽ മോചിതനായിട്ടുള്ള ഈ മറ്റേ രാഹുലിനെ അപ്പോൾ വന്ന് സ്വീകരിക്കുന്ന ആൾക്കാരെ കുറച്ച് പറഞ്ഞില്ലേ, അത് കണ്ടപ്പോഴേ മനസ്സിലായി ഇയാൾ എന്തിൻ്റെ ആരുടെയൊക്കെ നേതാവാണെന്ന് അപ്പോഴെല്ലാവർക്കും മനസ്സിലായി. എന്തായാലും ഈ ഒരു സൂത്രപ്പണി, ഈ സാധനം കൊണ്ട് അവിടെ കൊണ്ടു കൊടുക്കാൻ ചെന്നുള്ള ചൊറിയൻ പണി, അത് മറ്റേ ജയിൽ അധികൃതർ സമ്മതിച്ചില്ല. കടക്ക് പുറത്ത് നിന്ന് പ്രശസ്തമായിട്ടുള്ള വാക്ക് തന്നെ അവർ പറഞ്ഞത്. അവിടുന്ന് പോയി. ഇനി ഇവിടെ വന്ന് അപ്പുറത്തെ എന്തെങ്കിലും പറയും, എന്തായാലും 2 ചീത്തയൊക്കെയും പറയും, അത്രമാത്രം. മറ്റേ വില വിറ്റ് തിന്നുക എന്ന് പറയില്ലേ, സ്വന്തം വില വിറ്റ് തിന്നുക എന്ന് പറയില്ലേ, അതന്നെ പരിപാടി.